അങ്ങനെ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ സുദിനം, ആ നിമിഷം വരികയായി. ഏതാനും മിനിറ്റുകൾക്കകം SSLC ഫലം പ്രഖ്യാപിക്കുന്നു. കുഞ്ഞുങ്ങൾ, SSLC പരീക്ഷ എഴുതിയ കുഞ്ഞുങ്ങൾ ആകാംക്ഷയോടെ നിൽക്കുന്നു ഒരു സന്ദർഭം. അതിനപ്പുറം ഉപരി മാതാപിതാക്കൾ ടെൻഷനിലും ആകാംക്ഷയിലും ആയിരിക്കുന്ന ഒരു സമയം. എൻ്റെ മകൾക്ക് ഫുൾ A+ കിട്ടുമോ എന്നൊരു ടെൻഷനാണ് മാതാപിതാക്കൾക്ക്, അല്ലേ? മാതാപിതാക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഉറപ്പ് തരണം. എൻ്റെ മകൾ അല്ലെ മകൻ ഫുൾ A+ കിട്ടിയില്ല എന്നുള്ള ഇതിൽ ആത്മഹത്യയിലേക്ക് പോകില്ല, അവനെ പറഞ്ഞു വിടത്തില്ല, അവളെ പറഞ്ഞു വിടത്തില്ല എന്ന് മാതാപിതാക്കൾ ഉറപ്പ് തരണം. നിങ്ങൾക്കത് പറ്റുമോ? നിങ്ങൾക്കത് പറ്റണം. അയലത്തെ വീട്ടിലെ കുട്ടിക്ക് ഫുൾ A+ കിട്ടി, അതിന് എൻ്റെ കുട്ടിക്ക് കിട്ടിയില്ല എന്നുള്ള പരിഭവം പറച്ചിലും പരാതി പറച്ചിലും പാടില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് പാടില്ല. അത് എത്രത്തോളം അവർക്ക് വേദനയും വിഷമവും ഉണ്ടാക്കും എന്ന് നിങ്ങൾക്കറിയാമോ? എല്ലാ വർഷവും ഉള്ളതാണ്. SSLC പരീക്ഷയ്ക്ക് ഫുൾ A+ കിട്ടിയില്ല എന്നും പറഞ്ഞു കൂടുതൽ പെൺകുട്ടികളാണ് ഈ കാര്യത്തിൽ കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് എല്ലാ വർഷവും കേൾക്കുന്നതാണ്. ഈ പ്രാവശ്യം അത് പാടില്ല, അങ്ങനെ കേൾക്കാൻ പാടില്ല. കുഞ്ഞുങ്ങളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇതോടെ വിദ്യാഭ്യാസം കഴിഞ്ഞില്ല. ഈ 10ാം ക്ലാസ്സിലെ പരീക്ഷ അല്ലെങ്കിൽ റിസൾട്ട് കഴിഞ്ഞ് അതോടെ നിങ്ങളുടെ വിദ്യാഭ്യാസവും കാര്യം കഴിഞ്ഞില്ല. ഇനിയും കിടക്കുകയാണ് +1 +2 അങ്ങനെയുള്ള ഇത്. നിങ്ങൾക്ക് ഫുൾ A+ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട. +1 നിങ്ങൾ പഠിച്ചു കയറണം. +2 പഠിച്ച് നല്ല മാർക്കോടെ പാസ്സാകാമെങ്കിൽ അവിടാണ് നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത്. അങ്ങനെ ഉയർന്ന ഹയർ സ്റ്റഡിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. ഈ 10 കൊണ്ട് നിങ്ങൾ ഒന്നും ആകുന്നില്ല. ഫുൾ A+ അയലത്തുള്ള കുട്ടിക്ക് അല്ലെ എൻ്റെ കൂട്ടുകാരന് ഫുൾ A+ കിട്ടി, എനിക്ക് കിട്ടിയില്ല എന്നുള്ള വിഷമം പാടില്ല നിങ്ങൾക്ക്. ഇതോടെ നിങ്ങളുടെ ജീവിതം കഴിയുകയല്ല, ഇതൊരു തുടക്കമാണ്. ഇപ്പോൾ ഫുൾ A+ കിട്ടിയില്ലെന്നും പറഞ്ഞ് ഒരു കുട്ടിയും വിഷമിക്കരുത്, ജീവിതം അവസാനിപ്പിക്കരുത്. മാതാപിതാക്കളോട് ഒരു പ്രാവശ്യം കൂടെ പറയുന്നു, നിങ്ങൾക്കറിയാമല്ലോ സിലബസിനൊക്കെ ചേഞ്ച് വന്നു, അത്രയും ടഫായിരുന്നു ഈ പ്രാവശ്യത്തെ SSLC പരീക്ഷയും സിലബസും. അത് നിങ്ങൾ ഓർക്കണം. നിങ്ങളുടെ കുഞ്ഞാണ്, നമ്മുടെ കുഞ്ഞുങ്ങളാണ്. നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചത്? അതിനുപരി നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നില്ലേ? അതിനുപരി അവർ മാർക്ക് മേടിക്കുന്നുണ്ട്. ഫുൾ A+ ഒരു വിഷയമേ ആക്കരുത് നിങ്ങൾ. അതുകൊണ്ട് എനിക്കിപ്പോൾ ഈ അവസരത്തിൽ പറയാനുള്ളത്, ഏതാനും നിമിഷങ്ങൾക്കകം ഇത് റിസൾട്ട് അറിയുകയാണ്. ഫുൾ A+ കിട്ടിയില്ല എന്നൊരു കുട്ടിയും വിഷമിക്കരുത്. കിട്ടുന്നെങ്കിൽ സന്തോഷം, ഫുൾ A+ കിട്ടിയില്ലെങ്കിലും സന്തോഷം എന്നൊരു നിലപാട് നിങ്ങൾ എടുക്കണം. എനിക്ക് ഈ സമുദായ നേതാക്കന്മാരോട് പറയാനുള്ളത്, മറ്റ് സാമൂഹ്യ പ്രവർത്തകരോട് പറയാനുള്ളത്, എല്ലാ പ്രാവശ്യവും നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട കുട്ടി ഫുൾ A+ വാങ്ങിയെന്നും പറഞ്ഞ് നിങ്ങൾ അവരെ വിളിച്ച് അനുമോദനവും അവാർഡും ക്യാഷ് അവാർഡൊക്കെ കൊടുക്കുന്നു. എന്ത് കാര്യത്തിനാണ് നിങ്ങൾ കൊടുക്കുന്നത്? അത് കൊടുക്കരുത്. നിങ്ങളുടെ സമുദായത്തിൽ തന്നെ ഉള്ള അടുത്തൊരു വീട്ടിലെ കുട്ടി, ആ കുട്ടിക്ക് ഫുൾ A+ കിട്ടിയില്ല. ആ കുട്ടിക്ക് എത്രത്തോളം വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണെന്ന് നിങ്ങൾക്കറിയാമോ? അല്ലെങ്കിൽ തന്നെ ഈ ഫുൾ A+ കിട്ടിയ കുട്ടിക്ക് നിങ്ങൾ എന്താണ് ഫീഡ്ബാക്ക് കൊടുത്തത്? അതുപോലെ പഠിച്ചു കയറാൻ നിങ്ങളൊരൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഫുൾ A+ വാങ്ങിച്ച കുട്ടിയെ വിളിച്ച് നിങ്ങൾ അനുമോദനവും അവാർഡും ക്യാഷ് അവാർഡും കൊടുത്ത് മറ്റുള്ള കുട്ടികളെ വിഷമിപ്പിക്കരുത്. നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഫുൾ A+ കിട്ടിയ കുട്ടികളെയും അല്ലാത്ത കുട്ടികളെയും ഒരുപോലെ കണ്ടുകൊണ്ട് അവർക്ക് തുടർ പഠനത്തിനുള്ള ഫീഡ്ബാക്ക് കൊടുക്കുക, സാമ്പത്തിക സഹായം കൊടുക്കുക. അങ്ങനെ ഒരുപോലെ കുട്ടികളെ കാണാൻ പഠിക്കണം. ഇനി അങ്ങനെ അത് എനിക്ക് സമുദായ നേതാക്കന്മാരോടും സംഘടനകളോടും
ഒക്കെ പറയാനുള്ളത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളാരും വിഷമിക്കരുത്. ഇത് നിങ്ങളുടെ ഒരു അവസാനമല്ല. ഈ ഫുൾ A+ കിട്ടിയില്ലെന്ന് പറഞ്ഞ് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ അവസാനമല്ല. നിങ്ങൾ പ്രതിജ്ഞ എടുക്കണം. +1 നല്ല രീതിയിൽ പഠിച്ച് ഞാൻ മുന്നേറും, ഉയരങ്ങളിലെത്തും, നിങ്ങളുടെ ശോഭനമായൊരു ഭാവി നിങ്ങളെ കാത്തിരിക്കുന്നു. അത് നിങ്ങൾ ഓർക്കുക. ആ ഓർമ്മയിൽ തന്നെ നിങ്ങൾ നിൽക്കുക. എല്ലാവർക്കും ഫുൾ A+ കിട്ടും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അഥവാ ആർക്കെങ്കിലും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങൾ പ്രതിജ്ഞ എടുക്കണം. ഞാൻ എൻ്റെ ജീവിതം ഇതോടെ അവസാനിപ്പിക്കില്ല, എൻ്റെ മാതാപിതാക്കളെ വിഷമിപ്പിക്കില്ല, ലോകത്തിൻ്റെ മുമ്പിൽ, എൻ്റെ ചുറ്റുപാടിൽ, നാട്ടുകാരുടെ മുമ്പിൽ എൻ്റെ കുടുംബത്തെ ഒരു ചോദ്യചിഹ്നമായി, ആക്ഷേപഹാസ്യമായിട്ട് അല്ലെങ്കിൽ ആക്ഷേപം വയ്ക്കുന്ന രീതിയിലൊരു കുടുംബത്തെ ആക്കത്തില്ല, മാതാപിതാക്കളെ വിഷമിപ്പിക്കത്തില്ല. മാതാപിതാക്കളും അതുപോലെ പ്രതിജ്ഞ എടുക്കുക. എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ വിഷമിപ്പിക്കില്ല, അവരുടെ ജീവിതം അവസാനിപ്പിക്കാൻ ഇടവരുത്തത്തില്ല എന്ന് മാതാപിതാക്കളും കൂടെ ഈ അവസരത്തിൽ നിങ്ങൾ പ്രതിജ്ഞ എടുക്കണം. തീർച്ചയായിട്ടും ഒരു കുഞ്ഞു പോലും അവരുടെ ജീവിതം കളയാനായിട്ട് ഇടയാക്കരുത്. കേരളത്തിൽ അങ്ങനെ ഒരു വാർത്ത ഉണ്ടാകരുത്. ഈ സംഭവം എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക. അതേ എനിക്ക് മാത്രം പറയാനുള്ളൂ. എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കുക.